നമസ്കാരം. എല്ലാവർക്കും ഒരു ഡൗട്ടുള്ളതാണ് എങ്ങനെയാണ് ഹൈബ്രിഡ് സിസ്റ്റം വർക്ക് ആവുന്നതെന്നുള്ളത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് കോന്നിയിലാണ്. അവിടെ ഒരു ഹൈബ്രിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്, എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട്, കാര്യങ്ങളൊക്കെ എല്ലാം ഈ വീഡിയോയിൽ വിശദമായിട്ട് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നു. ഇതൊരു 5 kW ഹൈബ്രിഡ് ഇൻവെർട്ടറാണ്. ഡൈ ആണ് ഇതിൻ്റെ ബ്രാൻഡ് വരുന്നത്. ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2.75 kW നമുക്ക് ഇപ്പോൾ സോളാറിൽ നിന്ന് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ബാറ്ററി 100% ഫുള്ളായിട്ടുണ്ട്. ബാലൻസ് ഗ്രിഡിലോട്ട് 2.19 പോകുന്നുണ്ട്. കൺസപ്ഷൻ 3.3 ഉണ്ട്. ഇതിൽ ഹൈബ്രിഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ബാറ്ററി 100% ഫുള്ളാക്കുക, സെക്കൻഡ് എത്രയാണോ കൺസപ്ഷൻ നോക്കുക, അതിനുശേഷം ബാലൻസ് ഉള്ളത് മാത്രമേ ഗ്രിഡിലോട്ട് പോവുള്ളൂ. അപ്പം പലരും ചോദിക്കുന്നതാണ്, ഈ സമയത്ത് നമ്മൾ സോളാർ നടക്കുന്ന സമയത്ത് ഗ്രിഡ് കട്ടായി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇവിടുത്തെ KCB സൈഡ് ഓഫ് ചെയ്യണം. അപ്പം ആക്ച്വലി അതിനകത്ത് ഓഫ് ഗ്രിഡ് കാണിക്കുന്നുണ്ട്. കൺസപ്ഷൻ അവിടെ വീട്ടിൽ ഇത്രയും ലോഡ് എടുക്കുന്നുണ്ട്, ആവശ്യത്തിനായിട്ടുള്ള എന്ന് വെച്ചാൽ സോളാർ പാനൽ വീട്ടിലത്തേക്ക് വേണ്ടിയുള്ള ആവശ്യത്തിനുള്ള കൺസപ്ഷൻ മാത്രമേ പോകുന്നുള്ളൂ. നേരത്തെ നമ്മൾ നോക്കിയപ്പോൾ എത്ര 2.7 അടുപ്പിച്ചോളം വന്നിട്ടുണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ അത് ഗ്രിഡിലോട്ട് പോകുന്നത്. അപ്പം എത്രയാണോ കസ്റ്റമർ യൂസ് ചെയ്യുന്നത് അതിനുള്ള പവർ മാത്രമേ സോളാറിൽ നിന്ന് എടുക്കുള്ളൂ, ബാറ്ററിയിൽ നിന്ന് എടുക്കില്ല. പകൽ സമയത്ത് ബാറ്ററിയിൽ നിന്ന് ഔട്ട്പുട്ട് വരില്ല. ബാറ്ററിയുടെ ഔട്ട്പുട്ട് വരുന്ന എപ്പോഴാണ്, നമുക്ക് നൈറ്റ് സമയത്ത് 70% ഡിസ്ചാർജ് നടക്കുന്ന ടൈമിൽ ത്രൂ ഔട്ട് ബാറ്ററി നിന്നാണ് പോകുന്നത്. എപ്പോഴാണോ 30% ബാറ്ററി ആവുന്നത് ആ സമയത്ത് ഗ്രിഡിൽ നിന്ന് എടുത്ത് നമുക്ക് കൺസപ്ഷൻ എത്രയാണോ അത് മാത്രമേ വരുള്ളൂ. ഒരിക്കലും ബാറ്ററി ഫുള്ളാവില്ല. ബാറ്ററി ഫുള്ളാവുന്നത് ത്രൂ സോളാറിൽ നിന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മളിവിടെ ഗ്രിഡ് വീണ്ടും കൊടുത്തു കഴിഞ്ഞാൽ ബേസിൽ ഒരു 2 to 3 മിനിറ്റ്സോളം വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ KCB സപ്ലൈ ഓൺ ചെയ്തപ്പോൾ 2.56 അത് നമുക്ക് വീട്ടിലെ കൺസപ്ഷൻ നേരത്തെ അതേപോലെ ഉണ്ട്, എക്സസ് KCBയിലോട്ട്. ഇതിപ്പോൾ ഒരു 5 kW ഹൈബ്രിഡ് സിസ്റ്റമാണ്. അപ്പം നമുക്ക് ഇതിൽ 5 kW മാക്സിമം 6500 വാട്ട്സ് ലോഡ് നമുക്കിതിൽ സപ്പോർട്ട് ചെയ്യും. അതിൻ്റെ മേളിൽ വന്നു കഴിഞ്ഞാൽ ഒബിയസ്ലി ഇൻവെർട്ടർ ബീപ്പ് സൗണ്ടിലോട്ട് പോയി ലോഡ് നമ്മൾ റെഡ്യൂസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. നമ്മൾ യൂസ് ചെയ്യുന്ന ബാറ്ററി ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററിയാണ്. അത് ഒരു ബാറ്ററി ചാർജ് ചെയ്യാൻ 5 യൂണിറ്റും ഒരു ഡിസ്ചാർജ് ചെയ്യാൻ 5 യൂണിറ്റുമാണ്. ലിഥിയം ഫോസ്ഫേറ്റ് വരുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് സേഫ്റ്റിയാണ് കമ്പയർ വിത്ത് ലെഡ് ആസിഡും. അതിനേക്കാളും കുറച്ചുകൂടെ സേഫ്റ്റി വരുന്നത് ലിഥിയം ഫോസ്ഫേറ്റ് ആസിഡാണ്. അതേപോലെ സൈക്കിൾസ്, അപ്പം നമുക്ക് 6000 സൈക്കിൾസ് ഇപ്പം പെട്ടെന്ന് കൺവേർഷൻ റേഷ്യോ നടക്കും. കമ്പയർ വിത്ത് ലെഡ് ആസിഡിൻ്റെ നമുക്ക് സ്വിച്ചിങ് മില്ലി സെക്കൻഡ്സിനുള്ളിൽ സ്വിച്ചിങ് മാറി നമുക്ക് ഔട്ട്പുട്ട് തരാം. അതേപോലെ തന്നെ ലിഥിയം ബാറ്ററിയുടെ വരുന്നത് 5000 വാട്ട്സ് 1 മണിക്കൂർ എന്നുള്ള ബാക്കപ്പ് രീതിയിലായിരിക്കും നമ്മൾ ആ ഇൻവെർട്ടറിൽ നിന്ന് ബാറ്ററിയിൽ നിന്ന് ഔട്ട്പുട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഹൈബ്രിഡിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയെങ്കിൽ കൊമറിൻ സോളാറിനെ ബന്ധപ്പെടുക.